ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ആണ്. ഇത് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ജൂനിയർ കോപ്പറേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയും, കേരള ബാങ്കിന്റെ ക്ലർക്ക് കാഷ്യർ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയും, CSEB എഴുതുന്നവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. ഇത് നമുക്ക് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് കംപ്ലീറ്റ് ആയി പഠിച്ചു തുടങ്ങാം. നിങ്ങൾക്കെല്ലാം വളരെ ഉപയോഗപ്രദമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് പഠിച്ചു തുടങ്ങാം. KCS ആക്ടിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. KCS ആക്ട് came into force 15th May 1969. മെയ് 15 1969 ഏത് KCS ആക്ട് നിലവിൽ വന്നത്. This act is called Act 21 of 1969. Act 21 of 1969 എന്നറിയപ്പെടുന്ന ഇത് ഏത് ആക്ടിനെയാണ്? കേരള KCS ആക്ട് 1969 അറിയപ്പെടുന്നതാണ് Act 21 of 1969. This act contains 110 sections and 201 rules. 110 സെക്ഷനും 201 റൂളും അടങ്ങിയതാണ് KCS ആക്ട്. അടുത്ത സെക്ഷൻ 1 ആണ്. അതിൽ പറഞ്ഞിട്ടുള്ളത് ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ്. This section is called Kerala Cooperative Societies Act 1969. ഈ സെക്ഷൻ അറിയപ്പെടുന്നത് എന്താണ്? കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 എന്നാണ്. ഇറ്റ് എക്സ്റ്റെൻഡ് ടു ദ ഹോൾ ഓഫ് ദി സ്റ്റേറ്റ്. ഈ ആക്ട് ഏത്? ഈ സ്റ്റേറ്റ് മുഴുവൻ നിലവിലുള്ളതാണ്. കേരളത്തിൽ മുഴുവനാണ് ഈ KCS ആക്ട്. ഇറ്റ് ഷാൽ കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ സച്ച് ഡേറ്റ് ഓഫ് ഗവൺമെന്റ് ഗസറ്റ് നോട്ടിഫിക്കേഷൻ. ഇതെങ്ങനെയാണ് നിലവിൽ വന്നത്? ഗവൺമെന്റ് ഗസറ്റ് നോട്ടിഫിക്കേഷൻ അനുസരിച്ചാണ് എന്തോന്ന് KCS ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. അതിൽ സെക്ഷൻ 2ൽ പറയുന്നത് ഡെഫിനിഷൻ ആണ്. അതിൽ ഫസ്റ്റ് ഉള്ള ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 2A ആണ്. 2Aയിൽ പറയുന്നത് അപ്പെക്സ് സൊസൈറ്റികളെ കുറിച്ചാണ്. Apex society means a society have a whole of the state and its area operation as its members only other than societies. ഒരു അപ്പെക്സ് സൊസൈറ്റി എന്ന് പറയുന്നത് ഏതാണ്? അതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് ഹോൾ ഓഫ് ദി സ്റ്റേറ്റ് ആണ്. അതിന്റെ ഏരിയ ഓപ്പറേഷൻ എന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റ് മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന സൊസൈറ്റികളെയാണ് അപ്പെക്സ് സൊസൈറ്റി എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് സെക്ഷൻ 2A ആണ്. 2Aയിൽ പറയുന്നത് അസിസ്റ്റന്റ് സൊസൈറ്റിയാണ്. അസിസ്റ്റന്റ് സൊസൈറ്റി എന്ന് വെച്ചാൽ സൊസൈറ്റി ഗവൺമെന്റ് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഷെയർ ക്യാപിറ്റൽ എടുക്കുകയോ ലോണോ ഗ്രാൻഡോ ഗ്യാരണ്ടി ഗവൺമെന്റ് ഗ്യാരണ്ടി എന്തെങ്കിലും കൊടുത്തിട്ടുള്ളതോ ചെയ്തിട്ടുള്ള സൊസൈറ്റികളെയാണ് അസിസ്റ്റന്റ് സൊസൈറ്റികൾ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് സെക്ഷൻ 2AB. 2Aയിൽ പറയുന്നത് ഓഡിറ്റിംഗ് ദി അക്കൗണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഓഡിറ്റ് അക്കൗണ്ട്സിനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 2ABയിലാണ്. ഇറ്റ് മീൻസ് എറ്റ് ക്ലോസ് എക്സാമിനേഷൻ ഓഫ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ, ഓവർ ഡ്യൂ ഡെബ്റ്റ്സ്, ഇഫ് എനി മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ഡോക്യുമെന്റ്സ് ആൻഡ് അതർ റെക്കോർഡ്സ് ഓഫ് ബിസിനസ്. ഒരു സൊസൈറ്റിയുടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും ഓവർ ഡ്യൂ ഡെബ്റ്റ്സും അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്, ഡോക്യുമെന്റ്സ് ഇതെല്ലാം എന്തോന്ന് എക്സാമിൻ ചെയ്യുന്നതിനെയാണ് എന്തോന്ന് ഓഡിറ്റിംഗ് അക്കൗണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. സെക്ഷൻ 2Bയിൽ പറയുന്നത് ബൈലയെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നതാണ് സെക്ഷൻ 2B. അടുത്തത് സെക്ഷൻ 2C, സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനെ കുറിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 88ലാണ്. അടുത്തത് സെക്ഷൻ 2D, സെൻട്രൽ സൊസൈറ്റി. സെൻട്രൽ സൊസൈറ്റിയുടെ ഏരിയ ഓപ്പറേഷൻ എന്ന് വെച്ചാൽ 1 or more റവന്യൂ ഡിസ്ട്രിക്റ്റ് ആണ്. ബട്ട് നോട്ട് ഹോൾ ഓഫ് ദി സ്റ്റേറ്റ്. ഹോൾ ഓഫ് ദി സ്റ്റേറ്റ് അല്ല, 2 or 3 റവന്യൂ ഡിസ്ട്രിക്റ്റ് മാത്രമാണ് സെൻട്രൽ സൊസൈറ്റിയുടെ ഏരിയ ഓപ്പറേഷൻ. നെക്സ്റ്റ് സെക്ഷൻ 2DAയിൽ ഡിഫൈൻ ചെയ്യുന്നത് ചീഫ് എക്സിക്യൂട്ടീവ്. ചീഫ് എക്സിക്യൂട്ടീവിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 2DA. നെക്സ്റ്റ് സെക്ഷൻ 2E, കമ്മിറ്റി, മാനേജിംഗ് കമ്മിറ്റിയെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്ന സെക്ഷനാണ് സെക്ഷൻ 2E. നെക്സ്റ്റ് സെക്ഷൻ 2EA എന്ന് വെച്ചാൽ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത് 2EA ആണ്. ആർബിട്രേഷൻ കോർട്ടിനെ കോൺസ്റ്റിറ്റ്യൂട്ട് സെക്ഷൻ ഏതാണ്? സെക്ഷൻ 70Aയിലാണ് ആർബിട്രേഷൻ കോർട്ടിനെ കുറിച്ച് പറയുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 2EB ആണ്. കൺസോർട്ടിയം ലെൻഡി സ്കീമാണ്. കൺസോർട്ടിയം ലെൻഡി സ്കീമിനെ ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ 2EB ആണ്.
അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഫ്രെയിം ചെയ്യുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 57C-യിലാണ്. സെക്ഷൻ 2EC ആണ് കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ഫണ്ട്. കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ഫണ്ടിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ 2EC ആണ്. അതിനെക്കുറിച്ച് ബാക്കി ഡീറ്റെയിൽ എല്ലാം പറയുന്നതാണ് സെക്ഷൻ 57A-യിലാണ്. നെക്സ്റ്റ് സെക്ഷൻ ECC കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ ECC ആണ്. പേഴ്സൺ അപ്പോയിന്റഡ് അണ്ടർ സെക്ഷൻ 69A-യിലാണ്. ഒരു ഓംബുഡ്സ്മാനെ അപ്പോയിന്റ് ചെയ്യുന്ന സെക്ഷൻ പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 69A-യിലാണ്. അടുത്തത് നെക്സ്റ്റ് സെക്ഷൻ ECCC ആണ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയുന്നതാണ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത് 2ECCC. ഇറ്റ് മീൻസ് പ്രിൻസിപ്പിൾ ലിസ്റ്റഡ് ഷെഡ്യൂൾഡ് സെക്കൻഡ് ഓഫ് KCS ആക്ട്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിനെ കുറിച്ച് ഷെഡ്യൂൾഡ് ഏതിലാണ് പറയുന്നത്? സെക്കൻഡ് KCS ആക്ടിലെ ഷെഡ്യൂൾഡ് സെക്കൻഡിലാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. 2EC ഏതാണ്? കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ ഫണ്ട്. 2ECC കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ. അടുത്ത സെക്ഷൻ 2ECCC ഏതാണ്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. നെക്സ്റ്റ് 2ED ആണ്. അത് ഡിഫൈൻ ചെയ്യുന്നത് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ്. CSEB എക്സാം ഒക്കെ നടത്തുന്നില്ലേ, അതാണ്. അത് കോപ്പറേറ്റീവ് എക്സാമിനേഷൻ ബോർഡ് അണ്ടർ സെക്ഷൻ 80B ഓഫ് KCS ആക്ട്. KCS ആക്ടിലെ 80Bയിലാണ് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിനെ കുറിച്ച് പറയുന്നത്. അടുത്ത സെക്ഷൻ 2F അത് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നതാണ്. അടുത്ത 2G കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. അടുത്തത് 2I അത് ഡിസ്പ്യൂട്ടിനെ കുറിച്ച് പറയുന്നതാണ്. സെക്ഷൻ 2I. അടുത്ത നെക്സ്റ്റ് സെക്ഷൻ 2IA DCB കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നതാണ് 2IA. DCB മീൻസ് സെൻട്രൽ സൊസൈറ്റി ഹാവിംഗ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓൺ റവന്യൂ ഡിസ്ട്രിക്ട്സ് ആൻഡ് ഹാവിംഗ് ഇറ്റ്സ് മെമ്പേഴ്സ് പാക്സ് ആൻഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ്. DCB എന്ന് വെച്ചാൽ സെൻട്രൽ സൊസൈറ്റി ആണ്. അതിന്റെ ഏരിയ ഓപ്പറേഷൻ ഒരു റവന്യൂ ഡിസ്ട്രിക്റ്റ് ആണ്. അതിന്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് പാക്സും അർബൻ കോപ്പറേറ്റീവ് ബാങ്കുമാണ്. അടുത്തത് സെക്ഷൻ 2IB ഫെഡറൽ സൊസൈറ്റി. Federal society means a society having more than one district, its area operation more than one district and having the government, individual and cooperative society its members. ഇത് ഫെഡറൽ സൊസൈറ്റി എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ റവന്യൂ ഡിസ്ട്രിക്റ്റ് ഉള്ളതാണ്. ഒരു റവന്യൂ ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ അതിന് DCB ആണ്. ഒന്നിൽ കൂടുതൽ റവന്യൂ ഡിസ്ട്രിക്റ്റ് ഏരിയ ഓപ്പറേഷൻ വരുന്നതാണ് ഫെഡറൽ സൊസൈറ്റി. അതിന്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഗവൺമെന്റ്, ഇൻഡിവിജ്വൽസ് ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എല്ലാം ആയിരിക്കും. അതിന്റെ എക്സാമ്പിൾ ആണ് റൈറ്റ്കോയും ഹബ്കോയും. അടുത്തത് സെക്ഷൻ 2J ഫൈനാൻസിംഗ് ബാങ്ക്. ഒരു സൊസൈറ്റിയുടെ ഫൈനാൻസിംഗ് ബാങ്കിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നതാണ് സെക്ഷൻ 2J. അടുത്തത് സെക്ഷൻ 2K ജനറൽ ബോഡി മീറ്റിംഗ്. General body meeting means meeting of the members who are entitled to vote in the affairs of society. ഒരു സൊസൈറ്റിയുടെ ജനറൽ ബോഡി മീറ്റിംഗിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ 2K ആണ്. അടുത്തത് സെക്ഷൻ 2KA സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിനെ കുറിച്ച് പറയുന്നതാണ്. അടുത്തത് സെക്ഷൻ 2L മെമ്പർ മീൻസ് എ പേഴ്സൺ ജോയിനിങ് ആൻ ആപ്ലിക്കേഷൻ ഓർ രജിസ്ട്രേഷൻ ഇൻ എ cooperative society or a person admitted to membership after such a registration in accordance with Act and Rules and Bylaw. മെമ്പർ എന്ന് പറയുന്നത് എന്താണ്? ഒരു പേഴ്സൺ ജോയിനിങ് ആൻ ആപ്ലിക്കേഷൻ ഓർ രജിസ്ട്രേഷൻ. ഒരു സൊസൈറ്റി ആരംഭിക്കുമ്പോൾ തന്നെ ഒരു മെമ്പേഴ്സ് എന്തെങ്കിലും ജോയിൻ ചെയ്യുക, രജിസ്ട്രേഷൻ സമയത്ത് ജോയിൻ ചെയ്യുന്നതിനെ പറയുന്നതോ, അല്ലെങ്കിൽ പേഴ്സൺ അഡ്മിറ്റഡ് ടു മെമ്പർഷിപ്പ് ഇൻ രജിസ്ട്രേഷന് ശേഷം ഒരു പേഴ്സണെ മെമ്പറായിട്ട് അഡ്മിറ്റ് ചെയ്യുന്നതിനെയാണ് ഏത് പറയുന്നത്? മെമ്പർ എന്ന് പറയുന്നത്. ആ മെമ്പറിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആക്ടും റൂൾസും ബൈലയും അനുസരിച്ചായിരിക്കും. അടുത്ത സെക്ഷൻ 2LA മിസലേനിയസ് സൊസൈറ്റി. നെക്സ്റ്റ് സെക്ഷൻ 2M നോമിനൽ ഓഫ് അസോസിയേറ്റ് മെമ്പർ. നെക്സ്റ്റ് സെക്ഷൻ 2N ഓഫീസറിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നതാണ് സെക്ഷൻ 2N.
Officer means the president, vice president, chairman, vice chairman, secretary, manager, treasurer, and includes liquidator, administrator, and any other person empowered under the rules of bylaw to give the direction in regard to the business of cooperative society. ഈ ഓഫീസറുടെ കാറ്റഗറിയിൽ വരുന്നത് ആരൊക്കെയാണ്? പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ചെയർമാൻ, വൈസ് ചെയർമാൻ, സെക്രട്ടറി, മാനേജർ, ട്രഷറർ, ലിക്വിഡേറ്റർ, അഡ്മിനിസ്ട്രേറ്റർ. പിന്നെ ഏതെങ്കിലും വ്യക്തികളെ കുറിച്ച് റൂൾസിൽ ബൈലായിൽ പറഞ്ഞിട്ടുണ്ടായെങ്കിൽ അതും ഏതിൽ വരുന്നതാണ്? ഓഫീസർ എന്നുള്ള ഇതിൽ വരുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. ഒരു എക്സാമിന് ചോദിച്ചതാണ് അക്കൗണ്ടന്റ് ഓഫീസറുടെ പോസ്റ്റ് വരുന്നതാണോ എന്ന് ചോദിച്ചതാണ്. അക്കൗണ്ടന്റ് ഒരിക്കലും ഓഫീസർ പോസ്റ്റ് വരിക എന്നതല്ല. അക്കൗണ്ടന്റ്, ക്ലർക്ക് ഇതൊന്നും വരുന്നതല്ല. ഒരു PSCയുടെ തന്നെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനും കൂടിയാണ്. അടുത്തത് സെക്ഷൻ 2OA പ്രിസ്ക്രൈബ്ഡ് പീരീഡ്. പീരീഡ് ഓഫ് ലിമിറ്റേഷൻസ് സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾഡ് 3 ഓഫ് KCS ആക്ട്. KCS ആക്ടിലെ ഷെഡ്യൂൾഡ് 3യിലാണ് പ്രിസ്ക്രൈബ്ഡ് പീരീഡിനെ കുറിച്ച് പറയുന്നത്. അടുത്തത് സെക്ഷൻ 2OAA പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി, പാക്സ്. പാക്സ് എന്ന് വെച്ചാൽ എന്താണ്? പാക്സ് മീൻസ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് റൂറൽ ബാങ്ക്. The principal objective is to be undertake agricultural credit to activities and provide loans and advances of agricultural purpose. Rate of interest shall be fixed by register the area of operations, village, panchayat, municipality. പാക്സ് എന്ന് പറയുന്നത് ഏതിനെയൊക്കെ നമ്മൾ പാക്സ് എന്ന് പറയുന്നു? സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് അതിൻ്റെ റൂറൽ ബാങ്ക്, ഇതിനെല്ലാം ഏതെന്ന് പറയുന്നത് പാക്സിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. അതിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണ്? അഗ്രികൾച്ചർ ക്രെഡിറ്റ് കൊടുക്കുക എന്നതാണ്. അതിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എപ്പോഴും ഫിക്സ് ചെയ്യുന്നത് എപ്പോഴും രജിസ്ട്രാർ ആയിരിക്കും. പാക്സിന്റെ ഇത് എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ്. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആരാണെന്നാണ്. പാക്സിന്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എപ്പോഴും രജിസ്ട്രാർ ആയിരിക്കും, RBI അല്ല. അടുത്തത് അതിന്റെ പാക്സിന്റെ ഏരിയ ഓപ്പറേഷൻ എന്ന് പറയുന്നത് വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഇവയാണ്. അടുത്തത് സെക്ഷൻ 2OB ആണ് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ്. Primary credit societies means a society other than apex or central society which has its principal objective raising of fund to be lent to its members. ഒരു പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പെക്സ് അല്ലെങ്കിൽ സെൻട്രൽ സൊസൈറ്റി അല്ലാത്ത കാറ്റഗറിയിൽ വരുന്നതാണ് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ എന്താ? റൈസ് ഫണ്ട് ടു ലെൻഡ് ടു മെമ്പേഴ്സ്. ഫണ്ട് റൈസ് ചെയ്യുകയും അത് മെമ്പേഴ്സിന് കൊടുക്കുകയും ചെയ്യുക എന്നതാണ് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ലക്ഷ്യം. അടുത്തത് സെക്ഷൻ 2OC പ്രൈമറി ക്രെഡിറ്റ്, പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്, പീക്കാർഡ് ബാങ്ക് എന്ന് പറയും. ഇറ്റ്സ് ഏരിയ ഓപ്പറേഷൻ എന്ന് വെച്ചാൽ താലൂക്കാണ്. ഇറ്റ്സ് പ്രൊവൈഡ് ലോങ് ടൈം ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ്. അഗ്രികൾച്ചറിനും റൂറൽ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിനും വേണ്ടി ലോങ് ടൈം ലോൺ കൊടുക്കുന്ന ഒരു പ്രൈമറി സൊസൈറ്റിയാണ് എന്തോന്നു പീക്കാർഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഇതിന്റെ ഏരിയ ഓപ്പറേഷൻ എപ്പോഴും താലൂക്കായിരിക്കും. അടുത്തത് സെക്ഷൻ 2OD പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി. പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിയെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ 2ODയിലാണ്. അടുത്തത് സെക്ഷൻ 2OE പ്രൈമറി ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റി. Primary tourism cooperative society means society having a area conformed to a taluk and the principal objective is to promote, organize and assist tourism activities. ഒരു ടൂറിസം ആക്ടിവിറ്റീസിന് വേണ്ടി പ്രൈമറി ലെവലിൽ ഒരു ടൂറിസം ഓപ്പറേറ്റ് ചെയ്യുന്ന എന്താണ് ഒബ്ജക്റ്റീവ്സ്? പ്രൊമോട്ടറായിട്ടും ഓർഗനൈസറായിട്ടും അസിസ്റ്റ് ചെയ്യുന്നതായ സൊസൈറ്റികളെയാണ് എന്താണെന്ന് പ്രൈമറി ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. അടുത്തത് സെക്ഷൻ 2P Registrar means Registrar of Cooperative Society appointed under section 231. Section 31 അനുസരിച്ച് രജിസ്ട്രാർ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന വ്യക്തിയാണ് രജിസ്ട്രാർ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഡിഫൈൻ ചെയ്യുന്ന സെക്ഷനാണ് സെക്ഷൻ 2P. അടുത്തത് സെക്ഷൻ 2Q. അത് റൂൾസ് ആണ്. റൂൾസിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തതാണ് സെക്ഷൻ 2Q. അടുത്തത് സെക്ഷൻ 2A. എന്നതിനാണ് ഷെഡ്യൂൾഡ് കാസ്റ്റിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നതാണ്. അടുത്തത് സെക്ഷൻ 2QB ആണ്. അത് ഷെഡ്യൂൾഡ് ട്രൈബിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നതാണ്. അടുത്തത് സെക്ഷൻ QC സ്പെഷ്യൽ ഓഫീസേഴ്സ്.
Special officer means an officer not below the rank of assistant registrar appointed by registrar. രജിസ്റ്റർ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അത് സ്പെഷ്യൽ ഓഫീസർ എന്ന് പറയുന്നത്. സ്പെഷ്യൽ ഓഫീസറിന്റെ റാങ്ക് എന്ന് വെച്ചാൽ നോട്ട് ബിലോ ദി റാങ്ക് ഓഫ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ആയിരിക്കും. നെക്സ്റ്റ് സെക്ഷൻ 2R ആണ്. അത് സ്റ്റേറ്റിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നതാണ്. നെക്സ്റ്റ് 2RA അത് KS കാർഡ് ബാങ്ക് ആണ്. KS കാർഡ് ബാങ്ക് ഈസ് ആൻ അപ്പെക്സ് സൊസൈറ്റി ഹാവിംഗ് solely a P കാർഡ് ബാങ്ക് as its members and functioning in accordance with the provisions contained in KS കാർഡ് ബാങ്ക് ആക്ട് 1984. ഈ KS കാർഡ് ബാങ്ക് ഒരു അപ്പെക്സ് സൊസൈറ്റിയാണ്. അതിന്റെ മെമ്പേഴ്സ് ആരാണ്? പി കാർഡ് ബാങ്ക് ആണ്. അത് ഫംഗ്ഷൻ ചെയ്യുന്നത് KS കാർഡ് ബാങ്ക് ആക്ട് 1984 അനുസരിച്ചാണ്. അടുത്തത് സെക്ഷൻ 2RB ആണ്. അത് KCB യെ കുറിച്ച് പറയുന്നതാണ്. അതിപ്പം മാറ്റിയിട്ടുണ്ട്, ഇപ്പോൾ അത് ഒമിറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് സെക്ഷൻ 2RC സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നതാണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് അണ്ടർ സെക്ഷൻ 28B പറഞ്ഞിട്ടുള്ളത്. അടുത്തത് സെക്ഷൻ 2S സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ സെക്ഷൻ 18A ഓഫ് KCS ആക്ട്. അടുത്തത് സെക്ഷൻ 2T അത് ട്രൈബ്യൂണലാണ്. ട്രൈബ്യൂണൽ കോൺസ്റ്റിറ്റ്യൂട്ട് അണ്ടർ സെക്ഷൻ 81 അനുസരിച്ചാണ് ട്രൈബ്യൂണൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അടുത്തത് സെക്ഷൻ 2TA അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് മീൻസ് എ സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട് ഹാവിംഗ് ഇസ് ഏരിയ ഓപ്പറേഷൻ അർബൻ ഏരിയാസ് ആൻഡ് ബാങ്കിങ് ബിസിനസ് വിത്ത് ലൈസൻസ് ഒബ്റ്റെയിൻഡ് ബൈ RBI. അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഏരിയ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അർബൻ ഏരിയയിലായിരിക്കും. അതിൽ ലൈസൻസ് കൊടുക്കുന്നത് എപ്പോഴും RBI ആണ്. അടുത്തത് സെക്ഷൻ 2TAA അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇറ്റ് മീൻസ് സൊസൈറ്റീസ് എ principal objective which is to be undertake non-agricultural credit activities and raise a fund to lend members its area operation confirm the municipalities or corporation. അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി എപ്പോഴും 2 ടയർ സ്ട്രക്ചറിലായിരിക്കും പ്രവർത്തിക്കുന്നത്. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് സിംഗിൾ ടയർ സ്ട്രക്ചറിലാണ്. ഇതിന്റെ ഏരിയ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവയായിരിക്കും. ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് നോൺ അഗ്രികൾച്ചറൽ പർപ്പസിനായിരിക്കും. അടുത്തത് സെക്ഷൻ 2TA വിജിലൻസ് ഓഫീസർ. വിജിലൻസ് ഓഫീസറിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 2TA ആണ്. വിജിലൻസ് ഓഫീസർ മീൻസ് an officer appointed under സെക്ഷൻ 68A അനുസരിച്ചാണ്. അടുത്തത് സെക്ഷൻ 2U ഇയർ. പീരിയഡ് കമൻസ്ഡ് 1st April to end 31st March in succeeding year. അതിനെക്കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നതാണ് സെക്ഷൻ 2U.